മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നമുക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളും മറ്റും കാണുമ്പോൾ ഇത് ഉറപ്പായും പറയാം ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ മോഹൻലാൽ ചിത്രം തന്നെ എന്നത്. കാരണം ഏറ്റവും പുതിയതായി പുറത്തുവിട്ടിരിക്കുന്ന ഒരു സോങ് ഉണ്ട്. അതിന്റെ പ്രൊമോ വീഡിയോ മാത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ബംബൂസിയ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം, അണ്ടർ വാട്ടർ സോങ് എന്ന ഒരു പ്രത്യേകത കൂടി ഈ മലയാളം സോങ്ങിന് ഉണ്ട്. ഫുൾ 3Dയിൽ ആനിമേറ്റഡ് രീതിയിലാണ് ചിത്രത്തിന്റെ ഈ സോങ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ലോഞ്ച് ആയിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാൽ നടത്തിയതും. ഈ സോങ് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം മലയാളത്തിൽ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു സംഭവം. ഒപ്പം ഈ സോങ്ങിന്റെ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ ഡിസ്നി ഒരുക്കുന്ന ലിറ്റിൽ മിർമെയ്ഡ് എന്ന ചിത്രത്തിന്റെ ഇടയിൽ വരുന്ന പാട്ടുകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ആ രീതിയിൽ തന്നെയാണ് പല സോങ്ങുകളും പല മെറ്റീരിയലുകളും നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു വേൾഡ് ക്ലാസ് സാധനം തന്നെ, പക്ഷേ ഒരു കുട്ടികൾക്കുള്ള ഫാന്റസി സിനിമ എന്ന രീതിയിലാണ് ഇതിനെ കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയതായി പുറത്തു വന്ന ഈ അണ്ടർ വാട്ടർ സോങ്ങും കേൾക്കുമ്പോൾ അത് തന്നെയാണ് തോന്നിക്കുന്നത്. എന്താണ് നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ലേ? നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ്. ഫാന്റസി പീരീഡ് ജോണറിൽ ഒരുങ്ങിയ സിനിമ കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനത്തിന്റെ പ്രമോ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കടലിനടിയിലെ കാഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ബാംബൂസിയ എന്ന് പേരിട്ടിരിക്കുന്ന ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്. കടലിനടിയിലെ ജീവികളും സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഇസബെല്ലയും തമ്മിലുള്ള ബന്ധമാണ് ഗാനത്തിൽ പശ്ചാത്തലമാകുന്നത്. ആനിമേഷനായി ഒരുക്കിയിരിക്കുന്ന ഗാനത്തിൽ നിരാളിയായി ശബ്ദം നൽകിയിരിക്കുന്നത് മോഹൻലാലാണ്. ലിഡിയൻ നാദസ്വരം കമ്പോസ് ചെയ്തിരിക്കുന്ന ഗാനത്തിനായി വരികൾ എഴുതിയിരിക്കുന്നത് കൃഷ്ണദാസ് പങ്കിയാണ്. മോഹൻലാൽ, അഞ്ജന പത്മനാഭൻ, അമൃതവർഷിണി എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. നേരത്തെ സിനിമയിലെ ഇസബെല്ല എന്ന ഗാനം പുറത്തിറങ്ങിയിരുന്നു. മോഹൻലാൽ പാടിയ ഗാനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. അതേപോലെ തന്നെ ഷാൻ പാടിയ ഹിന്ദി വെർഷനും ഇറങ്ങിയിരുന്നു. അതിനും ഗംഭീര അഭിപ്രായമാണ് ലഭിച്ചതും. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായ ബറോസ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. മികച്ച പ്രതികരണങ്ങളായിരുന്നു സിനിമയുടെ ട്രെയിലറിന് ലഭിച്ചത്. എന്തായാലും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബറോസ്. മറ്റൊരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് ഇന്നേ ദിവസം എത്തുകയാണ്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ. ക്രിസ്മസ് റിലീസായി 5 ഭാഷകളിൽ തിയേറ്ററിൽ എത്തുന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്ന വിശേഷണത്തോടു കൂടിയാണ് എത്തുന്നത്. ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ, കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായ എ സർട്ടിഫിക്കറ്റ് ആണ് മാർക്കോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ മാർക്കോയുടെ ടീസറും ഗാനങ്ങളും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മാർക്കോയുടെ സംഗീതമൊരുക്കിയത് KGF, സലാർ തുടങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്രൂർ ആണ്. ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സോണി മ്യൂസിക് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് ഇന്നേ ദിവസം തിയേറ്ററിലേക്ക് ഈ ചിത്രം കാണാൻ പോകുന്നതും. എല്ലാ പ്രേക്ഷകരും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ചിത്രത്തിന്റെ ഏറ്റവും വലിയ വയലൻസും കൂടാതെ ശബ്ദവും ഒക്കെയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നത്. വയലൻസ് കൂടുതലാണെങ്കിലും പ്രശ്നം വരും, കുറവാണെങ്കിലും പ്രശ്നം വരും എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയ വിമർശനങ്ങളും വലിയ പോസിറ്റീവ് അഭിപ്രായങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. കാരണം കങ്കു പോലൊരു ചിത്രം ഇറങ്ങി മ്യൂസിക്കിന്റെ ഒരു പ്രശ്നം അതിനെ വലിയ രീതിയിൽ നെഗറ്റീവിലേക്ക് തള്ളിയിട്ടിരുന്നു. ലൗഡായിട്ടുള്ള മ്യൂസിക് വലിയ പ്രശ്നം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഓരോ കഥാപാത്രത്തിന്റെയും ഗർജനമൊക്കെ വലിയ രീതിയിൽ കേൾവിക്ക് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു. അതുപോലുള്ള സംഭവങ്ങൾ മാർക്കോയിലും ഉണ്ടാകുമെങ്കിൽ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇന്നേ ദിവസം ആദ്യം കാണാൻ എത്തുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഇതൊക്കെ ചിത്രത്തിന് പോസിറ്റീവ് ആയാൽ തന്നെ ചിത്രം ഗംഭീരമാകാൻ സാധ്യത കൂടുതലാണ്. ചിത്രത്തിന്റെ പ്ലോട്ട് എന്താണെന്ന് നമുക്ക് ഏകദേശം ഉദ്ദേശിക്കാമല്ലോ. കാരണം മാർക്കോ എന്ന കഥാപാത്രത്തെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ കണ്ടതാണ്. ഇതിൽ മാർക്കോ എത്തുമ്പോൾ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആണ്. ഒരു ഐക്കോണിക് കഥാപാത്രമായി പിൽക്കാലത്ത് മാറാൻ സാധ്യതയുണ്ട് ഹിറ്റായാൽ തന്നെ. ഉണ്ണി മുകുന്ദൻ ഇതോടുകൂടി മലയാളത്തിന്റെ ഒരു സൂപ്പർ താരമായി മാറാൻ സാധ്യത ഏറെയുമാണ്. ഉണ്ണി മുകുന്ദന്റെ ഈ ചിത്രം 100 കോടി എത്താൻ സാധ്യതയുണ്ട് എന്ന് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ 100 കോടി അടിക്കുന്ന നായകന്മാരുടെ ലിസ്റ്റിലേക്ക് ഉണ്ണി മുകുന്ദൻ കടക്കുമെന്ന രീതിയിലുള്ള ചർച്ചകൾ ആരാധകർ നടത്തുകയാണ്. ദുൽഖർ സൽമാനെക്കാളിലും മുമ്പേ ഉണ്ണി മുകുന്ദൻ 100 കോടി അടിക്കുമോ എന്ന രീതിയിലാണ് ചില ആരാധകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകളൊക്കെ നടത്തുന്നത്. മമ്മൂട്ടിയെക്കാളും മുമ്പേ 100 കോടി എന്നതൊക്കെ പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കും. കാരണം നസ്ലനും മഞ്ഞുമൽ ബോയ്സിലൂടെ സൗബിനും മറ്റു ചില താരങ്ങളും ഒക്കെ 100 കോടിയിൽ ചുംബിച്ചല്ലോ. അതുകൊണ്ടൊക്കെയാണ് പല രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നത്. ഇപ്പോൾ ചിത്രം ബ്ലോക്ക് ബാസ്റ്ററായി ഹിറ്റായി എന്നതല്ല, 100 കോടി മറികടന്നോ എന്നതാണ് ഒരു ബെഞ്ച് മാർക്കായി പലരും പറഞ്ഞു വെക്കുന്നത്. ആ ബെഞ്ച് മാർക്ക് ഉണ്ണി മുകുന്ദൻ ഇതിലൂടെ ഉണ്ടാക്കും. മറ്റൊരു സൂപ്പർ താരം മോളിവുഡിൽ പിറക്കും എന്നതൊക്കെയാണ് ഫാൻസുകാർ തമ്മിലുള്ള ഏറ്റവും വലിയ ചർച്ചകളായി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചത്. എന്തായിരിക്കും നിങ്ങളുടെ പ്രഡിക്ഷൻ? മാർക്കോ ഏത് രീതിയിലായിരിക്കും ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യുക? ഒരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ